എല്ലാവർക്കും എൻട്രി എലോറ്റ് മോണ്ടിസോറിയുടെ പോഡ്കാസ്റ്റിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. സാറേ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസും ഡൗട്ടുകളെല്ലാം അവിടെ ക്ലാരിഫൈ ചെയ്തതാണ്, കൺസേൺസ് എല്ലാം ക്ലാരിഫൈ ചെയ്തതാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് ആഡ് ഓൺ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മോണ്ടിസോറിയുടെ കൂടെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മോണ്ടിസോറി പ്ലസ് മൈക്രോസോഫ്റ്റ് എഡ്യൂക്കേറ്റർ പുതിയൊരു ബാച്ചാണ്. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മോണ്ടിസോറി പ്ലസ് AI ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. AI ഫോർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള AI ടൂളുകളും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന കോഴ്സുകൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ IELTS കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മൾ പുതിയ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് പഠിക്കുന്നതിലൂടെ എത്രത്തോളം ഒരു ടീച്ചറിന് ബെനിഫിറ്റ് ആവും, അപ്പോൾ ഇത് നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ മോണ്ടിസോറി പഠിക്കണം, മോണ്ടിസോറിയുടെ കൂടെ തന്നെ AI പ്ലസ് മൈക്രോസോഫ്റ്റ് എഡ്യൂക്കേറ്റർ അങ്ങനെ പഠിക്കാൻ പറ്റുമോ, അതോ ഏതെങ്കിലും ഒരു ആഡ് ഓൺ കോഴ്സ് എനിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ? ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് കൊള്ളാം. നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. ടെക്നോളജി എന്ന് പറയുന്നത് അത്രത്തോളം പുരോഗമിച്ചിട്ടുള്ളൊരു സമയമാണ്. നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികൾ അത്രയും ടെക്നോളജിയിൽ അത്രയും അറിവുള്ള ആളുകളെ മുമ്പിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ അധ്യാപകർ അത്രത്തോളം അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആഡ് ഓൺ കോഴ്സുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. മൈക്രോസോഫ്റ്റ് എഡ്യൂക്കേറ്റർ പ്രോഗ്രാം ആയാലും അതുപോലെ തന്നെ AI ഫോർ ടീച്ചർ കോഴ്സ് ആയാലും നമ്മൾ ഈ കോഴ്സുകളെല്ലാം കൊണ്ടുവരുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ കുട്ടികളുടെ മുന്നിൽ പോകുന്ന സമയത്ത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിക്കൊണ്ട് നല്ല രീതിയിൽ അവരുടെ കണ്ടന്റ് ഡെലിവറി ചെയ്യാൻ അവർക്ക് സാധിക്കണമെന്നുള്ളതാണ്. അത് ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ അവർക്ക് പഠിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മളിതിൻ്റെ കൂടെ ആഡ് ഓൺ കോഴ്സായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാണ് നമ്മുടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ IELTSൻ്റെ കോച്ചിങ് കൂടി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം വിദേശ രാജ്യങ്ങളിൽ ജോലി ലഭിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് GCC കൺട്രീസിലായാലും യൂറോപ്യൻ കൺട്രീസിലായാലും ഇനി ജോലി ലഭിക്കണമെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് IELTS സ്കോറാണ്. സ്വാഭാവികമായിട്ടും അവിടെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ IELTSൻ്റെ കോഴ്സിൽ കൂടി ജോയിൻ ചെയ്യാവുന്നതാണ് എന്നാണ് ഇതിൻ്റെ ഒരു കരിക്കുലം ബിൽഡ് ചെയ്ത സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഇനി മുതൽ അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക് IELTS കോച്ചിങ് കൂടി അല്ലെങ്കിൽ IELTSൻ്റെ കോഴ്സിന് കൂടി അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിലൂടെ കൂടുതൽ പ്ലേസ്മെൻറ്റുകളും വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ അവസരങ്ങളും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും എന്നാണ്. അപ്പം ഞാൻ അവിടെ ചോദിച്ച ഡൗട്ട് എന്ന് പറയുന്നത്, നമുക്ക് ഈ മോണ്ടിസോറിയുടെ കൂടെ തന്നെ ഇപ്പം മൈക്രോസോഫ്റ്റ് എഡ്യൂക്കേറ്റർ ബാച്ച് പഠിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ എനിക്ക് AI കൂടെ പഠിക്കണമെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുമെന്നാണ് ഒരു ചോദ്യം വരുന്നത്. അപ്പം മോണ്ടിസോറിയുടെ കൂടെ തന്നെ മൈക്രോസോഫ്റ്റ് എഡ്യൂക്കേറ്റർ പ്ലസ് AI പ്ലസ് അങ്ങനെ കോഴ്സുകൾ നമുക്ക് എടുക്കാൻ പറ്റുമോ? പറ്റും. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ ചെറിയ ഷോർട്ട് ടേം കോഴ്സുകളാണ്, 2 മാസത്തെ കോഴ്സുകളും 1 മാസത്തെ കോഴ്സുകളൊക്കെയാണ് നമ്മളിപ്പോൾ നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അറിയേണ്ട പ്രധാനപ്പെട്ട ബേസിക് ടു അഡ്വാൻസിലുള്ള കാര്യങ്ങൾ, ഒരു PPT പ്രിപ്പറേഷൻ മുതൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ടൂളുകൾ നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഷോർട്ട് ടേം കോഴ്സുകളാണ്. തീർച്ചയായും വിദ്യാർത്ഥികൾ അധികം എഫേർട്ട് ഇടുകയാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കാൻ സാധിക്കുന്ന കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സുകളെല്ലാം എൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാം. ഇഷ്ടമുള്ള കോഴ്സുകൾ നമുക്ക് അവിടെ ചൂസ് ചെയ്യാം. അടുത്ത ചോദ്യം അനുഷമസിനോടാണ്. ഇപ്പം ഒരുപാട് കുട്ടികൾ ഇപ്പം കരിയർ ഗ്യാപ്പൊക്കെ എടുത്ത് വിട്ടുന്ന വിദ്യാർത്ഥികളെ നമ്മൾ ജോയിൻ ചെയ്യുന്നത് കുറച്ച് നാൾ, അപ്പം +2 ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പം മാരേജിലൊക്കെ പോയ വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് മാരേജിലൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ അവൾ ഇപ്പം എഡ്യൂക്കേഷനൊക്കെ വിട്ട് നിന്നിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ട് വന്ന് ജോയിൻ ചെയ്യുന്ന കുറേ കുട്ടികൾ നമ്മളിൽ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സിലബസും കാര്യങ്ങളും എല്ലാം പൊതുവെ ഇംഗ്ലീഷിലാണ് ക്ലാസ്സുകളിലും, അതുപോലെ മെറ്റീരിയൽസും തിയറീസ് ആയാലും എല്ലാം ഇംഗ്ലീഷിലാണ് ക്ലാസ്സുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇവർക്ക് എങ്ങനെ ഇത് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും? അവരെ നമുക്ക് എങ്ങനെ ആ ഒരു ട്രാക്കിലേക്ക്, കാരണം നോളജ് നമുക്ക് ചിലപ്പോൾ അവിടെ നഷ്ടപ്പെടാം. പല കാര്യങ്ങളിലും പഠിക്കേണ്ട കാര്യങ്ങളിലെല്ലാം കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അവരെങ്ങനെയാണ് നമുക്ക് ആ ഒരു സെക്ഷനിൽ അവർക്കൊന്ന് മോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്? ഒരു കരിയർ ഗ്യാപ്പ് എടുത്തിട്ടായിരിക്കും ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് വരുന്ന ഓൾമോസ്റ്റ് സ്റ്റുഡൻസും, ഡിഗ്രി ആണെങ്കിലും അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടാണെങ്കിലും 10 കഴിഞ്ഞിട്ടാണെങ്കിലും അവരൊരു ഗ്യാപ്പ് എടുത്തിട്ടായിരിക്കും ജോയിൻ ചെയ്യുക. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഈ ഒരു ആദ്യത്തെ മാസം നമ്മൾ ഇവർക്ക് ഓൾമോസ്റ്റ് എല്ലാം ടാസ്കുകളും ആക്ടിവിറ്റീസിലൂടെയും ഇതിലേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഈ ആപ്പ് ത്രൂ ഉള്ള ക്ലാസ്സുകളെല്ലാം ഈ ഒരു ടെക്സ്റ്റൽ ബേസ്ഡ് ക്ലാസ്സിൻ്റെ എക്സ്പ്ലെയിൻഡ് ഫോമാണ്. എത്രമാത്രം ഡീറ്റെയിലിംഗ് ചെയ്തിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അത്രയും ഡീറ്റെയിലിംഗ് ഉണ്ട്.
അതുകൂടാതെ മെൻറ്റർ സപ്പോർട്ട്, മെൻറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഫുൾ ടൈം അവൈലബിൾ ആണ്. അവർ എന്ത് രീതിയിലുള്ള സംശയങ്ങൾ ചോദിച്ചാലും അത് ക്ലാരിറ്റി ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് മന്ത്ലി വൺസ് ലൈവ് സെഷൻസ് വരുന്നുണ്ട് നമ്മുടെ ഫാക്കൾട്ടീസിൻ്റെ. അപ്പോൾ ഈ ക്ലാസ് എടുത്ത ഫാക്കൾട്ടീസിൻ്റെ ക്ലാസ്സുകൾ വരുന്ന സമയത്തും നമുക്ക് ഈ ടെക്സ്റ്റൈൽ ബേസ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ പോകുന്നുണ്ട്. പിന്നെ ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ നമുക്ക് റിവിഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ 1-2 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോ എക്സാംസുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6 മന്തിനുള്ളിൽ തന്നെ ഇവരെ എക്സാമിലേക്കും അതേപോലെ അവരുടെ സ്കില്ലുകൾ വളർത്തിയെടുക്കാൻ വേണ്ടിയും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എല്ലാ കുട്ടികളും ഒന്നും പറയാറില്ല. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ നമ്മളാണെങ്കിലും കൊടുക്കുന്നുണ്ട്. വേറൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മെറിൻ ഈ ഇടയ്ക്ക് സ്വന്തമായിട്ട് സ്കൂള് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതൊരു മഹേന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്കൂൾ ഇങ്ങനെ ടേക്ക് ഓവർ ചെയ്തിട്ട് പുള്ളിക്കാർ സ്വന്തമായിട്ട് സ്കൂൾ ഡേ കെയറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ വേറൊരു വ്യക്തി ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വീഡിയോ വന്നായിരുന്നു, ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന രീതിയിലൊക്കെ വന്നു. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ ഒരു ഡേ കെയർ അല്ലെങ്കിൽ ഒരു സ്കൂള് സ്വന്തമായിട്ട് തുടങ്ങാൻ നമുക്ക് സാധിക്കുന്നിടത്ത് തെളിവാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു ഏണിങ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സർവീസ് പ്ലസ് ബിസിനസ് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഡേ കെയർ പ്ലസ് പ്രീ സ്കൂളാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു ബിൽഡിംഗ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് നടത്താം. ഇതിനാകെ നമുക്ക് ഒന്ന് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്ന് പേപ്പർ വേണം, അതേപോലെ ഹെൽത്തിൻ്റെ, പിന്നെ നമ്മളുടെ ഈ ഒരു ടീച്ചിങ്ങിൻ്റെ ഈ ഒരു ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് പോലെ നമുക്കൊരു ഇത് നടത്താവുന്നതാണ്. ആസ് എ പേരൻ്റ് എന്ന നിലയിൽ, ഒരു വീട്ടമ്മ അല്ലെങ്കിൽ അമ്മ എന്ന നിലയിൽ ഈ ഒരു കോഴ്സ് അങ്ങനെ കോഴ്സ് എടുക്കുന്നവരുണ്ടോ നമ്മുടെ? യെസ്, ഒരുപാട് കുട്ടികൾ ഇതേപോലെ സ്വന്തം മക്കളിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരു യഥാർത്ഥത്തിൽ നല്ലൊരു പേരൻ്റ് ആകാനും അതേപോലെ നല്ലൊരു ഗുരു അല്ലെങ്കിൽ ഒരു ടീച്ചർ ആകാനും ഈ ഒരു കോഴ്സിലൂടെ സാധിക്കും. സോ മോണ്ടിസോറി കോഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന സീഡ് ഇൻ്റർനാഷണലിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ UK USA സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഒരു ഡിസ്കഷൻ ഡീറ്റെയിൽസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എങ്ങനെയാണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പോൾ ഇത് കിട്ടിയാൽ ഇപ്പം UK USA എക്സാമുകൾ അതിൻ്റെ ഒരു എക്സാം പാറ്റേൺ ഉണ്ടെന്നാണ്. ഓക്കെ, ഉണ്ട്. സോ അത് പാസ്സായതിനു ശേഷം എങ്ങനെയാണ് നമുക്ക് എബ്രോഡിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് 3 പ്രധാനപ്പെട്ട സർട്ടിഫിക്കേഷൻസ് ആണ് നമ്മുടെ കോഴ്സിൽ നിന്ന് കിട്ടുന്നത്. ഒന്ന് സീഡ് ഇൻ്റർനാഷണലിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ UK USA സർട്ടിഫിക്കറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇന്ത്യൻ്റെ പുറത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്യുന്ന 2 സർട്ടിഫിക്കേഷൻസ് ആണ് UK USA സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയൊരു സാധ്യതയാണ് നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോഴ്സിലൂടെ കിട്ടുന്നത്. അപ്പം അതിന് എക്സാം എഴുതുകയും അതിനുശേഷം അവർക്ക് സ്വാഭാവികമായിട്ടും എക്സാമിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ UK USA എക്സാമിനേഷനിലെ കുട്ടികൾക്ക് എപ്പോഴും സംശയങ്ങൾ വരാറുണ്ട്, ഇതിൻ്റെ എക്സാമിനേഷൻ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ ലാപ്ടോപ്പ് നിർബന്ധമാണ്. ലാപ്ടോപ്പ് ത്രൂ ആണ് നമുക്ക് ഈ 2 എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. 100 മാർക്സിലാണ് ക്വസ്റ്റ്യൻസ്, 100 ക്വസ്റ്റ്യൻസ് ആണ് 100 മാർക്സിലാണ് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ CE ഇൻറ്റേർണൽ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ടോട്ടൽ ആ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വരുന്നത്. അവസാനമായിട്ടൊരു ചോദ്യം കൂടെ, ഇപ്പം നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുന്നതിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് പറയാമെന്ന് പറഞ്ഞാൽ, ഇപ്പം വീട്ടമ്മമാരാണോ കൂടുതൽ, അതോ ഡിഗ്രി കഴിഞ്ഞവരാണോ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണോ ഏറ്റവും കൂടുതൽ? ആ ഒരു റേഷ്യോ ഒന്ന് കറക്റ്റ് പറയാമോ? ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നവർ വീട്ടമ്മമാരാണ്. ഒരു കരിയർ ഗ്യാപ്പൊക്കെ കഴിഞ്ഞവർ തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. PG ഡിപ്ലോമ എടുക്കുകയാണെങ്കിൽ അതിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിഗ്രി കഴിഞ്ഞവരായിരിക്കും കൂടുതലായിട്ടും ജോയിൻ ചെയ്യുന്നത്. അപ്പം മോസ്റ്റ്ലി എല്ലാവരും തന്നെ വീട്ടമ്മമാരാണ്. ഓക്കെ, അപ്പോൾ ആ വീട്ടമ്മമാരിൽ അവരിപ്പം വീട്ടമ്മമാരാവട്ടെ അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആവട്ടെ, ജോലിയുള്ളവരാവട്ടെ, ഇവർ ഇപ്പോൾ ഓൺലൈൻ കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. എത്ര മണിക്കൂർ ഒരു ദിവസം മാറ്റി വെക്കണം? നമുക്ക് ഡെയിലി റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, മൺഡേ ടു ഫ്രൈഡേ വരെ. അതൊരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 ഹവറിൻ്റെ അടുത്തേ വരുള്ളൂ. പിന്നെ നമുക്ക് വീക്ക്ലി വൺസ് നമ്മളൊരു ടാസ്കും ഒരു ആക്ടിവിറ്റിയും കൊടുക്കുന്നുണ്ട്. അതൊരു 1 വീക്കിനുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഏകദേശം പറഞ്ഞ ഒരു 1 ഹവർ അല്ലെങ്കിൽ 2 ഹവറിനുള്ളിൽ തന്നെ അവർക്ക് ഒരു ഡെയിലി ടൈം എടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഡെയിലി ഒരു മിനിമം ഒരു 1.5 അവർ അല്ലെങ്കിൽ 2 ഹവേഴ്സിനുള്ളിൽ നമ്മുടെ കോഴ്സ് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ആഴ്ചയിൽ 2 മണിക്കൂർ വെച്ച് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോഴ്സ് സുഖകരമായിട്ട് 6 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. സോ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് മോണ്ടിസോറി കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഡയൽ ചെയ്യുക. ഇനി അങ്ങനെ ഡയൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം എന്നാണെങ്കിൽ
ഈ വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്താലും മതി. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.